ഇപ്പോൾ കേരളത്തിലെ എല്ലാ അംഗൻവാടികളിലും മുട്ട ബിരിയാണിയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയെല്ലാം വളർച്ച കാണിക്കുന്നത് ഇത്തരം അംഗൻവാടികളിൽ ഈ ബിരിയാണി വിതരണം ചെയ്താണോ? ഇപ്പം ബിരിയാണിയും ബറോട്ടയും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭക്ഷണമെന്ന് ആയി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഇപ്പം ഭക്ഷണം കണ്ടിട്ടാണ്. ഈ പ്ലാവിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് എന്താ ആട്ടിൻകൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുവരത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ബിരിയാണി കാണിച്ചുകൊണ്ടാണ് കുട്ടികളെ സ്കൂളിലേക്കും നഴ്സറിയിലേക്കും ഒക്കെ കൊണ്ടുവരുന്നത്. ഈ ബിരിയാണിക്കൊക്കെ ഇത്രയും പൈസ, ബിരിയാണി കൊടുത്തോട്ടെ, ഇടയ്ക്കെങ്ങാനും ഒക്കെ കൊടുത്തോട്ടെ, എന്നും ബിരിയാണി കൊടുക്കണം. ആ കുട്ടികളുടെ പഠിക്കുന്ന ആ സൗകര്യങ്ങളുണ്ടല്ലോ, അവിടെ ആ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് ശരിയാക്കിക്കൂടെ? പല അംഗൻവാടികളും കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ അംഗൻവാടിയിലേക്ക് ഒരുവിധപ്പെട്ടവരൊന്നും കുട്ടികളെ അയക്കാത്തത്? അവിടുത്തെ സൗകര്യങ്ങൾ വേണ്ടത്ര മെച്ചം അല്ല. അതുകൊണ്ടാണ് ആ സൗകര്യങ്ങളൊക്കെ അവർക്ക് വിപുലമാക്കിക്കൂടെ? അല്ല, ശിവൻകുട്ടി പറയുന്നത് ഈ പണ്ടൊരു അദ്ദേഹത്തിന് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, വഴിയെ നടന്നു പോകുമ്പോൾ അറിയാതെ ബാറെന്ന് കരുതി സ്കൂളിൽ കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതെ 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 അദ്ദേഹം പിന്നെ ഈ കുറേ റോഡരികിലുള്ള കുറച്ച് സ്കൂളുകളെ കിഫ്ബി വഴിയുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ കെട്ടിടങ്ങളങ്ങ് നിർമ്മിച്ചിട്ടു, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്നിട്ട് ഇവർ 2016 മുതൽ ഒരു പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്നും പറഞ്ഞൊരു പരിപാടി മുമ്പോട്ട് വെച്ചു. അതിനുവേണ്ടി ഒരു പ്രത്യേക ചെയർമാനോ ഡയറക്ടറോ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തലപ്പത്തായിരുന്നു മുരുകൻ കാട്ടാക്കടയൊക്കെ. എന്താണോ ഇവരുടെ ജോലിയെന്ന് നമുക്കൊന്നും അറിയത്തില്ല, ഒരു കാര്യവുമില്ല. പൊതുവിദ്യാഭ്യാസ യജ്ഞം, പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് നല്ലതാണ്, പൊതുവിദ്യാഭ്യാസം സംരക്ഷിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ. പക്ഷേ അത് വന്നതിന് ശേഷം പിന്നെയും ഇവിടെ അൺഎയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്നെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണോ ഈ ബിരിയാണിയും മുട്ടയും ചിക്കൻ കാലും ഒക്കെ കാണിച്ച് ചെയ്യുന്നതെന്നൊരു സംശയമുണ്ട്. പണ്ട് കാലത്തൊക്കെ എനിക്കറിയാവുന്നതാണ്, ഞാനും ഒക്കെ കഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഉപ്പുമാവായിരുന്നു സ്കൂളുകളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെന്തോ ഒരു 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 ഇതുണ്ടായിരുന്നു, ഒരു കഞ്ഞി, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇങ്ങനെ മാറി മാറി തന്നുകൊണ്ടിരുന്നു. അല്ലാതെ ഇന്നത്തെ പോലെ ഇന്ന് ഇപ്പോൾ പല സ്കൂളുകളിലും ഗവൺമെൻറ് സ്കൂളിലൊക്കെ രാവിലെ ഇഡ്ഡലി ദോശ, ഉച്ചയ്ക്ക് മീനും കൂട്ടി നല്ല ഭക്ഷണം, ഇതൊക്കെയാണ്. അപ്പോൾ ഭക്ഷണത്തിനാണോ പ്രാധാന്യം കൂടുതൽ, അതോ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണോ? ഇപ്പം തോൽക്കാൻ പ്രയാസമാകട്ടോ. അല്ല, അതുപോലെ തന്നെ ചില വീടുകളിൽ ബുദ്ധിമുട്ടുകൾ കാണും. അപ്പോൾ ഇത്തരം സംഭവങ്ങളല്ലേ, രാവിലെ കാപ്പിയും ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കിട്ടുമ്പോൾ ഉപകാരപ്പെടുന്ന കുട്ടികളുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ബിരിയാണിയാണ്. ഇനി ബിരിയാണിയും കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും. അതെ അതെ. അപ്പോൾ കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. കുട്ടികളെ പഠിപ്പിക്കണ്ടേ? അതോടൊപ്പം തന്നെ ബിരിയാണിയെ കുറിച്ച് അറിയാമല്ലോ, എന്തെങ്കിലും ചെറുതായിട്ട് തന്നെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ശരീരത്തെ ബാധിക്കുന്ന കൂടിയാണ്. അപ്പോൾ ഈ 2 വയസ്സുകാരനാണ് മുട്ട ബിരിയാണി നൽകുന്നത്. നമ്മുടെ കലോത്സവ വേദികളിൽ പിന്നെ നോൺ വെജ് കൊടുക്കണമെന്നും പറഞ്ഞായിരുന്നല്ലോ ഒരു മാധ്യമ പ്രവർത്തകൻ കടന്ന് ഇളകിയത്, അല്ലേ? ഇത് ബ്രാഹ്മണിക്കൽ. ഇതിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, അതിനുശേഷവും പിന്നീട് നടന്ന കലോത്സവത്തിലും വെജിറ്റേറിയൻ ഭക്ഷണം തന്നെയാണ്. ഈ ആൾ കൂടുന്നിടത്തൊക്കെ തന്നെ വെജിറ്റേറിയൻ ഭക്ഷണമാണ് പലപ്പോഴും നൽകുക. അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അപ്പോൾ ഈ കുട്ടികൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം സ്കൂളിൽ വരുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ പല മതത്തിൽപ്പെട്ടവരുണ്ട്, പല സാഹചര്യങ്ങളിൽപ്പെട്ട കുട്ടികൾ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണമാകുമ്പോൾ ആർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. നോൺ ആകുമ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കുറച്ച് നാളുകളല്ലോ, ഒരു 3-4 വർഷമായി പ്രധാനപ്പെട്ട ചർച്ച നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ വലിയ രീതിയിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ നിലവാര തകർച്ചയും അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ, മാർക്കുകൾ വാരിക്കോരി കൊടുക്കുന്നതെല്ലാം പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് അല്ലേ, +2 ഡിഗ്രിയും കഴിഞ്ഞവർക്ക് പോലും നേരെ എഴുതാനും വായിക്കാനും അറിയില്ലെന്ന പരാതി ഉൾപ്പെടെ നിൽക്കുമ്പോൾ അതിനൊരു പരിഹാരം കാണാതെയാണ് ഈ ബിരിയാണിക്ക് പിന്നാലെ പോകുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം, ഇനിയിപ്പം മന്ത്രി ശിവൻകുട്ടിയൊക്കെ പിന്നീട് ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് ഈ സ്കൂളിൽ ബിരിയാണി നൽകിയ മന്ത്രി ശിവൻകുട്ടി എന്നുള്ള രീതിയിലാണ്. വിദ്യാഭ്യാസ മന്ത്രിമാരെല്ലാം പിൽക്കാലത്ത് ഓർമ്മിപ്പിക്കപ്പെടുന്നത് അവർ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലുമൊക്കെ സമൂലമായ മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്.
ഇപ്പം ജോസഫ് മുണ്ടശ്ശേരി നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മുഴുവൻ സമഗ്രമായിട്ട് ശുദ്ധീകരിച്ചെടുത്ത, അതിനെ ഒരു ചവിട്ടുപടി ഉണ്ടാക്കി കൊടുത്ത ആളാണ് മുണ്ടശ്ശേരി മാസ്റ്റർ. അത് കഴിഞ്ഞാണ് ഈ 2006 MA ബേബി വന്നു കഴിഞ്ഞപ്പോൾ MA ബേബി സ്വയം രണ്ടാം മുണ്ടനായി മാറി നടന്നല്ലോ. പക്ഷേ പിന്നെ MA ബേബി വന്നതിന് ശേഷം കുട്ടികൾ വിദ്യാഭ്യാസത്തിന് ഒരു ലക്കും ലഗാനുമില്ലാതെ എന്തെഴുതിയാലും മാർക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. കുട്ടികൾക്ക് തെറ്റോടുകൂടി പഠിപ്പിച്ചു വിട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ശിവൻകുട്ടിയുടെ കാലത്ത് എന്താണ്, എത്ര വേണം എല്ലാവരും ജയിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന DPI തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, ഈ ഫുൾ A+ കിട്ടുന്നവർക്ക് നേരെ എഴുതാനോ വായിക്കാനോ അറിയത്തില്ല എന്നുള്ളത്. ശരിയാണ്. SSLC ഫലം തന്നെ എത്രയായിരുന്നു? 99.89 ഇങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തോറ്റവൻ കുറേ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒന്ന് തോക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് സ്കൂളിൻ്റെ വരാന്തയിൽ മഴ പെയ്തപ്പോൾ കയറി നിന്നവനെയും പിടിച്ച് ഫുൾ A+ കൊണ്ടുപോകുന്ന രീതിയാണ്. അപ്പോൾ പഠനത്തെക്കാൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് ഭക്ഷണ കാര്യത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അല്ല, ഇത്തരത്തിൽ ഇവർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മറ്റൊരു കാര്യമാണ് ജനകീയ ഹോട്ടലുകൾ. ഇപ്പോൾ അതിനന്ന് കാണാൻ പോലുമില്ല. പലരും അറിയാമല്ലോ, 20 രൂപയ്ക്ക് ഊണ് നൽകിയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിപ്പോൾ പൂർണ്ണമായി തന്നെ പലയിടത്തും പൂട്ടിയ സ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നാൽ മുട്ട വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഈ അധ്യാപകരാണ്. ഈ മന്ത്രിമാർ പറയും മുട്ട നൽകണമെന്ന്, പിന്നീട് ഇവർ പല കടയിൽ നിന്നും കടം വാങ്ങിയാണ് ഈ മുട്ടയുമായെല്ലാം ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ചില സ്കൂളുകളിൽ ഹെഡ് മാസ്റ്റർ തന്നെ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്താണ് ഈ അവിടെ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങിയിട്ടുള്ളത്. കാരണം കൃത്യസമയത്ത് ഇവർക്ക് പണം സ്കൂളുകളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർക്ക് പണം അടയ്ക്കാത്തത് കൊണ്ട് അവർ സപ്ലൈ നിർത്തിവെച്ചു. ഇപ്പം സപ്ലൈകോയിൽ സാധനങ്ങളെല്ലാം ഇടയ്ക്ക് നിന്നല്ലോ, ഇപ്പോഴും വേണ്ട തരത്തിലില്ല. അതെന്തുകൊണ്ടാണ്? ഇവർക്ക് ടെൻഡർ കൊടുത്തിരിക്കുന്നവർക്ക് പണം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവർ സപ്ലൈ നിർത്തിവെച്ചു. അതുപോലെ തന്നെയാണ് സ്കൂളുകളിൽ. അപ്പോൾ സ്കൂളുകളിൽ ഈ പല സ്കൂളുകളിലും ഭക്ഷണം കാണിച്ചാണ് കുട്ടികളെ കൊണ്ടുവന്നിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർക്കും അധ്യാപകർക്കും ഒക്കെ വിഷമം തോന്നും. പാവം പിടിച്ച കുട്ടികൾ വന്നിരിക്കും, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. ഭക്ഷണം കൊടുക്കുന്നതിനകത്ത് ആരും ഒരു മനസ്സ് പുറകോട്ട് പോകത്തില്ലല്ലോ. അതുകൊണ്ട് അവരവരുടെ ശമ്പളത്തിൽ നിന്നൊക്കെ എടുത്ത്, അല്ലെങ്കിൽ സ്കൂളിലുള്ള അധ്യാപകർ അവരെല്ലാവരും കൂടി ഷെയർ ഇട്ടുകൊണ്ടും ഒക്കെയാണ് ഈ ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. പലയിടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഏതോ ഒരു കുട്ടി, അംഗൻവാടിയിലെ ഒരു കുട്ടി കത്തെഴുതി മന്ത്രി അപ്പൂപ്പന് വേണ്ടി അടുക്കലേക്ക് ബിരിയാണി കഴിക്കണമെന്നുള്ള രീതിയിൽ. അതിപ്പോൾ എന്നും ബിരിയാണി ആയി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ചിലപ്പം കുത്തുവാള എടുക്കുന്നൊരവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.